ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഹോളോഗ്രാം എന്ന വിസ്മയം തന്നെ ഉണ്ടാക്കിയാലോ? തമ്പനെയിൽ എല്ലാവരും കണ്ടില്ലേ? അപ്പോൾ ഒന്ന് ഞെട്ടാൻ റെഡി ആയിക്കോട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും ഒരു ഞെട്ടൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുക്കുക, ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഇതിൻ്റെ അളവിൽ എല്ലാതും ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ വരച്ച് കൊടുക്കുക, അത് കഴിഞ്ഞ് കട്ട് ചെയ്ത് കൊടുക്കുക, പിന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഒരു കോർണർ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. അത് ഒട്ടിക്കൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്, എന്നാലും നീറ്റായി പെർഫെക്റ്റായി ചെയ്താൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ മനസ്സിൽ ഇത് ശരിയാവോ ഇത് ഉണ്ടാക്കി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ഇതുണ്ടാവും. ഇത് തെറ്റാവോ ശരിയാവോ, ഇത് കാണാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒരു പ്രതീക്ഷ ഉള്ളിൽ ഇങ്ങനെ മാഞ്ഞും മറിഞ്ഞും പോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക പീസ്. അപ്പോൾ ഇതിനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നീറ്റായി പെർഫെക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല എന്നൊന്നും പോലെ ഒന്നല്ല, ഇതെല്ലാവർക്കും ശരിയാവും. കുറച്ചൊന്ന് സമയം ചിലവഴിച്ചാൽ ഇത്രയും ഭംഗിയുള്ളൊരു സാധനം വേറെ ഇല്ല കേട്ടോ. കുട്ടികൾക്കായാലും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഇതൊക്കെ കാണാനും, പിന്നെ അത് അവർക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തപ്പിയെടുത്ത് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനും കൂടി വരും. അപ്പോൾ അതിനൊക്കെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക, അവർക്കത് ചെയ്യാനുള്ള ടൈമൊക്കെ കൊടുക്കുക. നമ്മളല്ലാതെ പിന്നെ അവർക്ക് ഇതൊക്കെ ആരുണ്ടാക്കി കൊടുക്കുക അല്ലേ? അവർക്കും വേണ്ടേ ചെറുപ്പകാലത്തെ ഓർമ്മകളൊക്കെ. അപ്പോൾ നമ്മൾ ഫോണിൽ ഹോളോഗ്രാം എന്ന് പറഞ്ഞ വീഡിയോ എടുത്ത് അതിൽ ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്യുക. അപ്പോഴും നെഞ്ചിൽ ഇത് ശരിയാവുമോ എന്നുള്ളത് ഉണ്ട് കേട്ടോ എൻ്റെ മനസ്സിൽ. അപ്പോൾ ഫുൾ സ്ക്രീനിൽ വയ്ക്കാൻ നോക്കണേ. ഞാനത് ആദ്യം ചെയ്തൊരു അബദ്ധമായിരുന്നു. അപ്പോൾ നിങ്ങളത് ചെയ്യാതിരിക്കുക, പിന്നെ ഫുൾ സ്ക്രീനിൽ വയ്ക്കുക. പിന്നെ നോക്കിയപ്പോൾ റെഡിയായില്ല. നിങ്ങളും പ്രതീക്ഷിച്ചില്ല റെഡിയാവുമെന്ന്. അത് റെഡിയാവാണ്ടല്ല കേട്ടോ, പൊസിഷൻ കറക്റ്റായി അത് ശരിയാവും. അപ്പോൾ എൻ്റെ ബട്ടർഫ്ലൈനെ ഇങ്ങനെ പതുക്കെ അതേ കണ്ടോ, അതൊരു സന്തോഷം തന്നെ കേട്ടോ. നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമാണത്. സക്സസ് ആകുമ്പോഴേ, ഒരു കാര്യം ചെയ്തിട്ട് അത് സക്സസ് ആകുമ്പോൾ പറയണ്ട അതിൻ്റെ ഒരു രസം. അപ്പം നിങ്ങളും ഇതൊക്കെ അനുഭവിക്കുക, ആസ്വദിക്കുക, കുഞ്ഞുങ്ങൾക്കും കാണിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഇൻട്രസ്റ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരും. അപ്പോൾ ഞാൻ കണ്ട ആ അനുഭൂതി നിങ്ങൾക്കും കൂടി ഞാൻ ഷെയർ ചെയ്യാണ്. അപ്പോൾ എല്ലാവരും കാണാം.